ഹായ് കൂട്ടുകാരെ, ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകും. അതേ മുട്ട ഇത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. അതിൻ്റെ അകത്ത് കിടക്കുന്ന എന്നാക്കെയാണെന്നറിയാം. മുട്ട പുഴുങ്ങാൻ ഇടുമ്പം സബോളയും ഉപ്പും കൂടെ ഇടണം. ഇതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയൊക്കെ പൊളിക്കുമ്പോൾ തോടയിൽ ഇങ്ങനെ പോകും. ഇത് പക്കായിട്ട് സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എന്നിട്ട് കടുക് ഇടുക. ശകലം പച്ചമുളക് കൂടെ ഉണ്ടാകും. സബോളയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ശകലം വെള്ളം ഒഴിക്കണം. ഒരു സ്വല്പം പൊടിക്കല് ഇത് പാടിക്കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. കണ്ടോ? എന്നിട്ട് പതിയെ മൂടി വെച്ചാൽ മതി. തെരുതരായി ഇതിട്ട് ഇളക്കണ്ട, പെട്ടെന്ന് സോട്ടായിക്കോളും. സബോള നമ്മുടെ പുഴുങ്ങാൻ വെച്ച മുട്ടയായിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് ഉണ്ടായി കിടക്കുന്ന സബോള പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. മുട്ടയൊന്നും തോടെ പോകത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അറിയോ, മുമ്പ് നമ്മൾ വഴറ്റാൻ വെച്ച സബോള കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം. അടുത്ത പരിപാടി ഇപ്പം കാണിച്ചു തരാം. ഇതുണ്ടോ, മിക്സിക്കകത്ത് ഒരൊറ്റ കറക്ക് ഇറക്കിയിട്ട് കൊണ്ടുപോകും. ഇതുകൊണ്ടോ, മിക്സിക്കകത്ത് അരച്ചതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് കഴുകി അങ്ങോട്ട് ഒഴിച്ചാൽ ശകലം കൂടെ വെള്ളം ഒഴിക്കാം. ഈ കറിക്ക് നല്ല കുറുക്കമായിരിക്കും. മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല, സബോളയും ഉപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട പൊളിച്ചെടുക്കുമ്പോൾ തോടയിലും ഒന്നും പോകത്തില്ല. കണ്ടില്ല, മുട്ട എടുത്ത് കാണിച്ചാൽ ഒരു കുഴപ്പമില്ല. കണ്ടോ, 4 മുട്ടയാണ് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ശകലം പോലും ഒരു സ്ട്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുണ്ടോ, മുമ്പ് നമ്മൾ സബോളയുടെ ഇതൊക്കെ പേസ്റ്റാക്കി ആക്കി വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല, നാച്ചുറലായിട്ടുള്ളത്. ഇത് ശകലം മഞ്ഞൾപ്പൊടി കണ്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന മുളക് പൊടി, പിരിയമുളക് പൊടിയാണ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റാണ് കരിയാപ്പില ഇടുന്നത്. കണ്ടോ, ചിലവർ ചോദിക്കും ആദ്യമേ കരിയാപ്പില ഇടാൻ വരായിരുന്നു. അപ്പോൾ ഈ പച്ച ഇത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കരിയാപ്പിലയുടെ പച്ച ഇതായിട്ട് കിടക്കണം, പക്കായ. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് രണ്ടാമത് ശകലം പിരിയമുളക് പൊടി ഇട്ട് ശകലം എണ്ണയും കൂടെ ഒഴിക്കുക. കണ്ടോ, പുഴുങ്ങിയ മുട്ട അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സിമ്പിൾ മുട്ടക്കറി. ഇതാണ് മുട്ടക്കറി അവസാന ഫിനിഷിങ്. ഈ ചപ്പാത്തി മുട്ടക്കറിയും കൂടെ കൂടിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയാണിത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.